ജമാഅത്ത് ഇസ്ലാമിയെ ചൊല്ലി പാലക്കാട് മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി. വെൽഫെയർ പാർട്ടിക്ക് വേണ്ടി ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ലീഗ് നേതൃത്വം ധാരണയുണ്ടാക്കിയെന്ന് ആരോപണം. ലീഗ് വെൽഫെയർ പാർട്ടി നേതാക്കൾ ചർച്ച നടത്തിയെന്ന് മുൻ നഗരസഭാ ചെയർമാൻ അബ്ദുൾ അസീസ് പറഞ്ഞു. 11 ജില്ലാ മുസ്ലിം ലീഗ് ഓഫീസിൽ വെൽഫെയർ പാർട്ടിൻ്റെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ജില്ലാ മുസ്ലിം ലീഗ് മരക്കാർ മാരായമംഗലം എം ഹമീദ് സാഹിബ്, പാർലമെൻറ്റ് ബോർഡ് അംഗങ്ങളായ കല്ലടി അബൂബക്കർ, അങ്ങനെ മണ്ഡല മുനിസിപ്പൽ കമ്മിറ്റി നേതാക്കന്മാരും പങ്കെടുത്ത മാരത്തോൺ ചർച്ചയിൽ പരസ്യധാരണ അത് മറ്റു രീതിയിൽ പ്രതിച്ഛായയെ ബാധിക്കും എന്ന് കണ്ടെത്തുകയും രഹസ്യമായ നീക്കുപോക്കിന് കഴിഞ്ഞ കാലങ്ങളിൽ എന്നതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയുമായി മുൻകാലങ്ങളിൽ ഞങ്ങൾക്ക് ധാരണ ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ ആ ധാരണയും നീക്കുപോക്കും ഈ തെരഞ്ഞെടുപ്പിലും തുടരും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥമെന്താ? സച്ചിൻ ചേരുകയാണ്. സച്ചിൻ, ലീഗിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉയർന്നു വരുന്നു. പക്ഷേ വെൽഫെയർ പാർട്ടി, ജമാഅത്ത് ഇസ്ലാമി, UDF സഖ്യം എല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപിക്കുന്നു എന്നുകൂടിയൊരു വശമുണ്ട്. ഷമ്മി, വലിയ രീതിയിലുള്ള ഒരു തർക്കമാണ് പാലക്കാട്ടെ ലീഗിലും ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും സംസ്ഥാനത്ത് UDF ജമാഅത്ത് ഇസ്ലാമി കൂട്ടുകെട്ടിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനവും തർക്കവും UDFിനകത്ത് തന്നെ ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പാലക്കാടും തർക്കം ഉടലെടുത്തിരിക്കുന്നത്. പ്രധാനമായും മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതൃത്വവും വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വവും തമ്മിൽ രഹസ്യമായ ധാരണ ഉണ്ടാക്കി എന്ന കാര്യമാണ് പാലക്കാട് നഗരസഭയുടെ മുൻ വൈസ് ചെയർമാനും മുൻ നഗരസഭാ ലീഗിൻ്റെ പ്രസിഡന്റുമായിരുന്ന അബ്ദുൾ അസീസ് ഇപ്പോൾ കൈരളി ന്യൂസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ലീഗിൻ്റെ നിലപാടുകൾക്കെതിരെ പ്രവർത്തിക്കുകയാണ് പാലക്കാട് ജില്ലയിലെ ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം അടക്കമുള്ള നേതൃത്വമെന്നാണ് അബ്ദുൾ അസീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനാൽ തന്നെ പാലക്കാട് നഗരസഭയിൽ തങ്ങളുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് മുസ്ലിം ലീഗിനെതിരെയും അതേപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയും മത്സരിക്കും എന്ന കാര്യവും കൂടി അബ്ദുൾ അസീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു തർക്കം തന്നെ പാലക്കാടും മുസ്ലിം ലീഗിൽ ജമാഅത്ത് ഇസ്ലാമിയെ ചൊല്ലി ഉടലെടുത്തിരിക്കുകയാണ്. ഇത് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്കും തർക്കത്തിലേക്കും മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് അബ്ദുൾ അസീസിൻ്റെ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഒരു മുസ്ലിം ലീഗുകാരനും ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുചേരാൻ പറ്റില്ല എന്ന കാര്യം അബ്ദുൾ അസീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. BJPയും ജമാഅത്തെ ഇസ്ലാമിയും ഒരു നാണയത്തിൻ്റെ 2 ധ്രുവങ്ങളാണ് എന്ന കാര്യമാണ് അബ്ദുൾ അസീസ് വ്യക്തമാക്കിയത്. അതിനാൽ തന്നെ ഒരിക്കലും ജമാഅത്തുമായുള്ള കൂട്ടുകെട്ടിനെ അംഗീകരിക്കില്ല എന്ന കാര്യം അബ്ദുൾ അസീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ തവണയടക്കം മത്സരിക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുകയാണ് ലീഗിൻ്റെ ജില്ലാ നേതൃത്വം ചെയ്തിട്ടുള്ളത്. നേരെ മറിച്ച് അവർ ജമാഅത്ത് ഇസ്ലാമിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്തുവെന്ന കാര്യവും അബ്ദുൾ അസീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് പാലക്കാട് നഗരസഭയിലെ UDFിനകത്ത് വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയിലേക്കും പ്രതിസന്ധിയിലേക്കും നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഷമ്മി.